ദൈവത്തിന് സ്വാഗതം. ഞാനിന്ന് പ്രധാനമായിട്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആശയം ബാലൻ തൻ്റെ സദൃശവാക്യം 22:6 ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ഈവൻ വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. ഒന്ന് വായിച്ച്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കാവുന്ന അല്ലാത്തൊരു അതിൻ്റെ കമൻട്രി എവിടെയെങ്കിലുമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത കൂടെ പെട്ടെന്നൊന്ന് പറയാം. അത് കഴിഞ്ഞ് ഞാൻ ആരംഭിക്കാം. എന്താണെന്ന് വെച്ചാൽ വൃദ്ധനായാലും എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞേക്കുന്നതിൻ്റെ ആശയം, ആ വാചകത്തിൻ്റെ ഘടനയിൽ ബാല്യം കഴിഞ്ഞിട്ട് ഈ ആളിന് ഇതിനകത്തുനിന്നൊരു വ്യതിചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്നാലും ഈ ആള് അതിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം. മനസ്സിലായോ? ബാല്യപ്രായത്തിൽ നമ്മൾ അഭ്യസിപ്പിക്കുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യതിചലനം ഉണ്ടായാലും അതിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് ആശയം. ദൈവത്തിന് സ്വാഗതം. ഞാൻ ഒരു രണ്ട് സ്ഥലത്ത് നടന്ന പരീക്ഷണങ്ങൾ, ഒരു സംസ്ഥാനത്തിലും ഇവിടെയല്ല അമേരിക്കയിലും ഫ്ലോറിഡയിൽ മറ്റൊരു ചെറിയ സ്ഥലത്ത് നടത്തിയൊരു പരീക്ഷണം. അത് അവർ സ്കൂളെന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ സ്കൂള് കഴിഞ്ഞിട്ടുള്ള പഠനം നടത്തുന്നവരും അവർ സ്കൂളെന്നാണ് പറയുന്നത്. നമ്മൾ കോളേജിൽ വിളിക്കുന്നതിനെ അവർ സ്കൂളെന്നാണ് പൊതുവെ പറയാറ്. ആ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു സംസ്ഥാനത്തിൽ ഉടനീളം നിയമം കൊണ്ട് തന്നെ, ഈ രണ്ട് സ്ഥലത്തും നിയമം കൊണ്ട് തന്നെയാണ് ചെയ്തത്. കാര്യം ക്ലാസ്സിൽ സ്കൂളിനോ അല്ലെങ്കിൽ അധ്യാപകർക്കോ പ്രിൻസിപ്പലിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ഇതൊരു മൗലിക അവകാശത്തെ ബാധിക്കുന്ന ഒരു വസ്തുത ആയതുകൊണ്ട് അവർക്ക് നിയമം മൂലമേ ചെയ്യാൻ പറ്റും. നിയമം മൂലം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ ഫോൺ, പ്രത്യേകിച്ച് ക്ലാസ് സെക്ഷൻ നടക്കുമ്പോൾ ടെലിഫോൺ ഉപയോഗിക്കരുതെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല അവർ പ്രത്യേകം അതിന് ബാഗുകൾ വരെ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ സന്ദേശവും എത്താത്ത വിധം ഈ ബാഗ് സുരക്ഷിതമാക്കി വയ്ക്കുന്നു. പറഞ്ഞാൽ അതിനകത്ത് മെസ്സേജ് ഒരു സംഗതി ആ സന്ദേശങ്ങൾ എത്താത്ത വിധത്തിൽ ആ ഫോൺ ക്രമീകരിച്ച് ഇവിടെ വെച്ചേക്കുന്നതല്ല, കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡും ഒക്കെ ക്രമീകരിച്ച് ഇവിടെ വെച്ചേക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വെച്ചതിന് ശേഷം അവർക്ക് രണ്ട് വസ്തുത ഉണ്ടായി. ആദ്യത്തെ ഒരു ടേമിൽ ഭയങ്കരമായ നിഷേധങ്ങളുണ്ടായി. ഒത്തിരി പേര് ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് രഹസ്യമായിട്ട് ഫോൺ കൊണ്ടുവരിക, ഫോൺ സ്റ്റാൻഡിൽ വയ്ക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ പിന്നെയും അതേപോലെ തന്നെ നിന്നു. പക്ഷേ ആ ഒരു ടേം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങൾ മുഴുവൻ 50% കുറഞ്ഞു. പഠനത്തിൻ്റെ ഗ്രേഡ് 0.6 കൂടി. 0.6 എന്ന് പറയുമ്പോഴത്തേക്ക് 5ൻ്റെ ഗ്രേഡിങ്ങിലാണ് പറയുന്നത്. അത് വലിയൊരു മാറ്റമാണ്. 5ൻ്റെ ഗ്രേഡിങ്ങിൽ 0.6 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 20%ഓളം 15%ഓളം വ്യത്യാസം മൊത്തം മാർക്കിൽ 100-ലുള്ള മാർക്കിൽ വരും. അതൊരു വലിയ വ്യത്യാസമാണ്. ശിക്ഷിക്കപ്പെടേണ്ട കേസുകൾ 80%ഓളം കുറഞ്ഞു. എന്തുകൊണ്ടാണ്? നിയമം മൂലം ഈ സംഗതിയെ തടഞ്ഞതുകൊണ്ട്. ഇതിപ്പോൾ അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷൻ ഉള്ളൊരു കേസാണ്. ഇതിൻ്റെ ഒരു വരവെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ രണ്ട് വഴിയും പറയാം. നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ മേശപ്പുറത്ത് ഒരു ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കാറുള്ളൂ. അത് മുമ്പും അതെ, ഇന്നും അതെ. അത്യാവശ്യമായിട്ട് ആ ആളിനെ വിളിക്കേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഫോൺ കൊടുക്കാറുള്ളത്. പക്ഷേ ഈ മൊബൈൽ വന്നപ്പോൾ ഈ ഒരു അനുവാദവും ഇല്ലാതെ ഈ സാധനം എന്ത് ചെയ്തു? എല്ലാവരുടെ മേശപ്പുറത്തും എത്തി. കമ്മ്യൂണിക്കേഷൻ മൊബൈലിലായി ഔദ്യോഗികമായിട്ട് പോലും. അപ്പോൾ ഈ ആളിന് മൊബൈലോ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ സംവിധാനം മുഴുവൻ സമയം വേണ്ടതാണോ അല്ലയോ എന്നുള്ള ചിന്ത എന്ത് ചെയ്തു? ആ സ്റ്റാൻഡേർഡ് പൂർണ്ണമായിട്ടും അങ്ങ് മാറി.
ഇനി അത് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണ്ടി വരും? ശക്തമായ നിയമം വേണ്ടി വരും. പോലീസ് സേനയിൽ പോലും ഇത് പറ്റുന്നില്ല. ഇപ്പോൾ പറ്റുന്നില്ല, സാധ്യമല്ല. ആ വിധത്തിലാണ് ആ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു നിയമം ഇവിടെ സ്കൂളിലും വേണ്ടി വരുന്നത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞൊരു സംഗതി, എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. ഈ നിയമം കോൺട്രഡിക്ഷൻ ഉള്ള മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയാനാണ്. അതിന് ഇതുമായിട്ട് ബന്ധമുള്ളതല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്തൊരു ജാതിയെ പറയാൻ വേണ്ടിയല്ല, അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യമല്ല. അതങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ലിസ്റ്റ് ചെയ്തേക്കുന്ന കുറേ ജാതികളെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അധകൃതൻ എന്നുള്ള അർത്ഥമല്ല. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു പട്ടിക എന്നാണ് അതിൻ്റെ അർത്ഥം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി പട്ടിക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അധകൃതനോ അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനോ എന്നുള്ള അതിൻ്റെ അർത്ഥം മേലാൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാജ്യം തയ്യാറാക്കിയേക്കുന്ന ഒരു ലിസ്റ്റിലുള്ള ജാതിക്കാരൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള ധാരണയ്ക്ക് വിരോധമായിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ഉയർന്ന ജാതിക്കാരൻ പോലും അതിനകത്തുണ്ട്. ബ്രാഹ്മണരെ പോലെ കരുതുന്ന മറ്റു ജാതിക്കാരുണ്ട് അതിനകത്ത്. ഇവർക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ആ പഠന സഹായമുണ്ട്, ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ, ജോലിയിൽ അർഹത ലഭിക്കാനൊക്കെ ആയിട്ട് അവർക്കെല്ലാം ഒരു പെർസെൻറ്റേജ് രാജ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ആ നിയമത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവർ ആദ്യം ഈ നിയമം സ്ഥാപിക്കപ്പെട്ടപ്പം അവർ ഹിന്ദു മതത്തിൽ തന്നെ വിശ്വസിച്ചിരിക്കണം. ഇതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. കുറച്ച് കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സിഖിനെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. 1992 എൻ്റെ ഓർമ്മ. ഈ ബുദ്ധമതത്തെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഇവർക്ക് ആർക്കും ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് അവരുടെ ഈ ഭരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നവർക്ക് ആർക്കും എന്ത് പറ്റില്ല? വിശ്വാസം മാറാൻ പറ്റില്ല, അവരെ ജാതി മാറാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന അതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ പറഞ്ഞെന്താ? ഏതൊരു മതവും വിശ്വസിക്കാനും ഏതൊരു മതവും പ്രചരിപ്പിക്കാനും പൗരന് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ നേരായിട്ടുള്ള കോൺട്രഡിക്ഷനാണ്. ഇതിനെതിരെ പല കേസുകൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിട്ടും ആ കേസ് വരെ തള്ളിപ്പോവുകയാണ് ചെയ്തത്. ഇനി 2007 നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെ പലരും പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ജാതിയുമായിട്ടുള്ള ബന്ധം എടുത്ത് കളയണം. അതൊരു വംശത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് ജാതി എടുത്ത് കളയണമെന്നുള്ള നിർദ്ദേശം പലതവണ വന്നിട്ടും അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ഇതിനകത്തുള്ളൊരു വാദം, നമ്മൾ ക്രിസ്ത്യാനികൾ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റുന്നു എന്നുള്ള ഒരു ആക്ഷേപം സ്ഥിരമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴല്ല, പണ്ട് മുതലേ പറയുന്നുണ്ട്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. പാൽപ്പൊടി കൊടുത്താൽ മാറുന്ന മതം ഏതാണോ? ഗവൺമെൻറ് സംവിധാനവും പണവും ഉപയോഗിച്ച് ഒരു കൂട്ടരെ ഒരു മതത്തിൽ നിർത്തുന്ന ഒരു നിയമമല്ലേ ഇത്? മൗലികാവകാശത്തിന് കോൺട്രഡിക്ഷൻ എന്ന് മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യുന്ന വസ്തുതയായിട്ടാണ് ഇത് കുറേ കാലങ്ങളായിട്ട് നിലകൊള്ളുന്നത്. ഇനി അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും കുറേ കാലം കൂടെ. കാരണം ഇത് പലർക്കും ആവശ്യമുണ്ട്. ഇത് വളരെ ഉദ്ദേശത്തോടു കൂടി തന്നെ സ്ഥാപിച്ചതാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്തതെന്നറിയാം? എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഇത് കൊടുത്തേക്കുന്നതെന്നറിയാമോ? അതിലും രസകരമാണ്. എനിക്കത് അങ്ങനെ രസകരമായിട്ടേ തോന്നിയുള്ളൂ. നമ്മുടെന്നല്ല, ഇതിൽപ്പെടാത്ത ഉന്നത ജാതികാരായ പൂർവികർ ചെയ്ത പ്രശ്നത്തിന് പരിഹാരമായിട്ട് മുൻ ജന്മങ്ങളിൽ ഈ ജാതികൾ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിന് പരിഹാരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ അലവൻസും ഈ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ആയിട്ട് അവരെ പെടുത്തിയേക്കുന്നു. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നില്ലല്ലേ? അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കും. വിശ്വസിക്കാൻ പറ്റത്തില്ല, പ്രയാസമുണ്ട്. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സൊക്കെ കേൾക്കണ്ട, ഭയങ്കര ഇതാണ്. ഇതിൻ്റെ പേരിൽ ഭീം ആർമിയിൽ വരെ നമ്മുടെ പഴയ രാജേഷിൻ്റെ ആ സമൂഹത്തോട് വരെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ നിങ്ങളുടെ പാർട്ടി ചേരാൻ, അവർ രാഷ്ട്രീയ പാർട്ടിയാണ്,
ഞാൻ നിങ്ങളുടെ പാർട്ടി ചേരാൻ ആഗ്രഹിച്ച് പലരോട് ഒന്നിലധികം പേരോട് ചോദിച്ചിട്ടുണ്ട്, ഇതേവരെ എന്നെ അനുവദിച്ചിട്ടില്ലാന്ന് ചോദിച്ചു. കാരണം ശരിയാ, ഞാൻ വാസ്തവമായിട്ട് ചോദിച്ചതാണ്. പക്ഷേ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാര്യം അവരാദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ ജാതിയാണോ? അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല. അവിടെ തന്നെ അവരുടെ അടിസ്ഥാന തത്വം പൊളിയോ ചെയ്യുന്നത്. ഭീം ആർമി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, അതൊരു വംശീയ സംഘടനയാണ്. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് പറയാം. അപ്പോൾ കോളേജ് നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി വെക്കേണ്ടി. ഇനി ഈ മൊബൈൽ വാങ്ങി വെക്കേണ്ടിയെന്ന് പറഞ്ഞാൽ ഈ അവരുടെ ഫീസ് അറിയാം. ഈ US ഒരു മണിക്കൂറെന്ന് അവർ പറയും എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് അവർ എന്നാണ് പറഞ്ഞത്. അത് ഒരു ക്രെഡിറ്റ് അവറിന് ഏറ്റവും കുറഞ്ഞത് $200 കൊടുത്താണ് അവർ പഠിക്കുന്നത്. ഇതിന് കൂടിപ്പോയാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ക്ലാസ് കാണും. ആ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 3 ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂറാണ് ആക്റ്റീവായിട്ട് $200 ക്ലാസ് അവൻ അറ്റൻഡ് ചെയ്തുള്ളൂ, ഡയറക്റ്റ് ക്ലാസ്. ബാക്കിയെല്ലാം പിന്നെ അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ $200 അടിച്ചു പോകും എന്നറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മൊബൈലിൽ കുത്തുകയും ബാക്കിയുള്ള വേണ്ടാത്ത ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. മാർക്കും കുറയുന്നുണ്ട്, ശിക്ഷണ നടപടി വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് 72 പേരാണ് ഒരു ടേമിൽ പുറത്താക്കുന്നതിൻ്റെ റേഷ്യോ ഒരു കോളേജിൽ. ആ സെമസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തും. പിന്നെ അടുത്ത ഒരു 1-2 സെമസ്റ്റർ അവനെ പഠിക്കാൻ സമ്മതിക്കത്തില്ല, പിന്നീടേ പഠിക്കാൻ സമ്മതിക്കും. അത് അവിടെ നല്ല വേറെ എവിടെ പോയാലും അതേ പറ്റൂ. ഇത്രയും സംഗതി നടക്കുന്നു. ഈ 72 എന്നുള്ളത് നേരെ താന്നു 14-ലോ 12-ലോ വന്നു മൊബൈൽ മാറ്റി വെച്ചപ്പോൾ. ഇനി ഈ സാധനം നമുക്ക് ചെയ്യുന്ന ഉപകാരത്തെ നോക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ട്രെയിൻ അപ്പ് ചൈൽഡ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിന്ന് ഏറ്റവും പ്രയാസമുള്ളൊരു സംഗതിയാണ്. കാരണം സ്വാർത്ഥത എല്ലാ മേഖലകളിലും ഉണ്ട് കേട്ടോ. ഈ സഭകളുടെ സ്വാർത്ഥത ഞാൻ പറയാം. സഭകൾ, പെന്തക്കോസ്ത് സഭകളെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഈ വാക്യം പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്ന് പറഞ്ഞ് തർക്കങ്ങൾക്കിടയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ആരും കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരാൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം ഉണ്ടെന്ന് വേദപുസ്തകത്തിലുണ്ടെന്ന് അറിയാം. റോമാലേഖനം 8-ാം അധ്യായം 9-11 2 വാക്യം വായിച്ചു. അത് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക, ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഒരു മിനിറ്റ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, സാധാരണ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പക്ഷേ സ്നാനപ്പെട്ടതിനു ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ നീ ക്രിസ്തുവിനുള്ളതല്ല എന്നുള്ള ആത്മഭാരത്തോടുകൂടി പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എത്ര ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഈ വാക്യ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവിലുള്ള അന്യഭാഷാ ഭാഷണം കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ വാദിക്കുകയും എന്നാൽ ഈ വാദം ജീവിതത്തിൽ പ്രായോഗികമാക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞ സ്വാർത്ഥത. നമ്മൾ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് അന്യഭാഷാ ഭാഷണത്തോടെ ഇല്ലാത്തവൻ കർത്താവിനുള്ളവനല്ല എന്ന് നമ്മൾ വാദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ നമുക്ക് താല്പര്യം. കാര്യം എന്താ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം. ഈ സ്നാനം 10 പേര് അറിയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇവൻ ഇനി പെന്തക്കോസ് വിട്ട് പോകത്തില്ലെന്നുള്ള കാര്യം നമ്മളങ്ങ് ഉറപ്പിച്ചു. പക്ഷെ ഇപ്പം സ്ഥിതി അതൊന്നും അല്ല കേട്ടോ. ഇനി 11-ാം വാക്യം കൂടെ വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ഭക്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇനി ഈ ആത്മാവില്ലാത്തവൻ ഉയർത്തെഴുന്നേക്കത്തില്ല എന്നും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കാത്ത സഹോദരനോ സഹോദരിയോ ഇന്ന് ജീവൻ അവസാനിപ്പിച്ചാൽ അവർ ഉയർക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉയർക്കത്തില്ല എന്നാണ് ഉറപ്പെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഉയർപ്പിക്കുന്ന പരുവത്തിലേക്ക് വിടാവിടും.
ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയുന്ന വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വേദപുസ്തകം പഠിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രയാസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇത് പഠിപ്പിക്കുന്നവൻ ഇതെന്ത് ചെയ്തിരിക്കണം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ സാറ് പറയും സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം, പുള്ളി വെളിയിരുന്ന് സിഗരറ്റ് വലിച്ചാലും നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മൾ ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കും. പക്ഷേ ആത്മീയ വിഷയത്തിൽ അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാം? ഭൂമിയിൽ വാഴാനാണ്. നമുക്കൊരു വാഴ്ച ദൈവം അധികാരമായിട്ട് നമ്മളെ ജന്മത്തോടു കൂടെ തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ വാഴാൻ തന്നെയാണ്. ആവശ്യമായൊരു വാഴ്ച മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഞാൻ തുടങ്ങിയ വാക്യം ട്രെയിൻ അപ്പ് എ ചൈൽഡ്, ഇതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സന്ദർഭം, ശമൂവേൽ ബാലനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏലി പുരോഹിതൻ മരിക്കാനിടയായത് ആരുടെ പ്രവൃത്തി മൂലമാണ്? മക്കളുടെ പ്രവൃത്തി മൂലമാണ്. മക്കൾ ആ പ്രവൃത്തിയിൽ എത്തിയത് എന്തുകൊണ്ടാണ്? ആര് കാരണമാണ്? അപ്പൻ കാരണമാണ്. അപ്പൻ അവിടെ ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ആ മക്കളെ ശാസിക്കണമായിരുന്നു. അവർ ചെയ്തോ ഇല്ലെന്നുള്ളതല്ല, ഏലിയുടെ പ്രവൃത്തി ഏലി ചെയ്തിരുന്നെങ്കിൽ ഏലിക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. മക്കളെന്നാലും ഒഴിവാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ട്രെയിനിങ് അത്ര എളുപ്പമാണോ? പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് പ്രയാസമാണ്. പ്രയാസമില്ലാതെ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരാളിനെ കാണിക്കാം. ഇതിലാരെങ്കിലും അറിയാമോ? രണ്ടാമത്തെ ആളിനെ അറിയിക്കുന്നു. യങ് ആയിട്ടുള്ള ആൾ സക്കീർ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പുറത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ അപ്പൻ അള്ളാറ ഖാഖാൻ. വഴിയിൽ എവിടെ തബല കൊട്ടുന്ന കേട്ടിട്ട് 12-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പാകിസ്ഥാൻ്റെ തലസ്ഥാനത്ത്, അന്ന് പാകിസ്ഥാനൊന്നും ഇല്ല കേട്ടോ, എത്തിയ അപ്പൻ ഗുരുവിനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്തു. അവസാനം ഗുരുവിൻ്റെ അടുത്തെത്തി. ആ ഗുരുവിൻ്റെ പരിശീലന മുറയെന്ന് പറഞ്ഞാൽ ആദ്യം 1 വർഷത്തിലധികം വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യിക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ ആളിന് സിൻസിയറിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. തബല പഠിക്കാനാണ് ചെല്ലുന്നത്, പക്ഷേ തബലയെ തൊടുക പോലും ചെയ്യിക്കാതെ 1 വർഷത്തിലധികം വീട്ടിലെ സകല ജോലിയും ചെയ്യിക്കും. വയസ്സെത്തരണ്ടെന്ന് ഓർത്തോണം. അത് കഴിഞ്ഞിട്ടാണ് പഠനത്തിലോട്ട് പോകുന്നത്. 13 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പതിവായിട്ട്. കയ്യിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്. രവിശങ്കറിൻ്റെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 വയസ്സും കണ്ടൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് ഈ അപ്പനെ. മോനെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ ആദ്യത്തെ ഒരൊറ്റ വായന കഴിഞ്ഞപ്പോൾ അത് തീർന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് അള്ളാന്ന് വിളിച്ചു പോയി. പക്ഷെ ഇതിൻ്റെ വരവ് ഇവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ മോനെ വിട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 3 വയസ്സായപ്പോൾ തബല എടുത്ത് കൈ കൊടുത്തു. അതുകൊണ്ടെന്താ 18 വയസ്സിൽ അന്തർദേശീയ പ്രോഗ്രാം ചെയ്തു തുടങ്ങി. ആരുടെ കൂടെ? ഈ നേരത്തെ പറഞ്ഞ അപ്പൻ പ്രോഗ്രാം ചെയ്തവരുടെ കൂടെ മോൻ എന്ത് ചെയ്തു? പ്രോഗ്രാം ചെയ്തു തുടങ്ങി. മോൻ്റെ ഇൻ്റർവ്യൂവിൽ എപ്പോഴും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കൈയുടെ മേളിൽ ഒരു സംഗതി വെച്ചു കൊടുക്കും. ഇത് വലത്തെ കയ്യിൽ ഇത് വെച്ചിട്ട് വേണം വായിക്കാൻ. തബല വായിക്കുന്നതിന് പറ്റുമോ ഇത്? പക്ഷേ അപ്പൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ ഈ വെച്ചേക്കുന്ന ബെല്ല് താഴെ വീണാൽ അതിൻ്റെ സൗണ്ട് അപ്പൻ ഇരിക്കുന്നിടത്ത് കേൾക്കാം എന്ന് പറഞ്ഞാൽ കൈയുടെ ആ അപ്പൻ പറഞ്ഞ പൊസിഷനിങ് തെറ്റായിപ്പോയി. വീണ്ടും എന്ത് ചെയ്യണം? ഈ പ്രാക്ടീസ് വീണ്ടും ചെയ്യണം.
ഞാൻ ജീവിതത്തിൽ എന്ന് പറയാം ഈ ഇദ്ദേഹം പറഞ്ഞല്ലാതെ ഇത്തരം വിധത്തിലുള്ള പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മോനെ കുറിച്ച് അപ്പന് വേദനയില്ലാഞ്ഞിട്ടാണ്, ഇത്രയും പ്രയാസപ്പെടുന്ന മോനെ കുറിച്ച് അപ്പന് വേദനയില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അപ്പനെ അതിലൂടെ നടത്തിയത് എന്താണ്? ഈ അപ്പന്റെ ഗുരുവിനെ ഇതിലൂടെ നടത്തിയത് എന്താണ്? നമ്മുടെ ദൈവത്തിന് വേദനയില്ലാഞ്ഞിട്ടാണോ ക്രിസ്തു പോകുമ്പോൾ? എന്താണ് അവരെ അതിലൂടെ നടത്തിയത്? അവരതിനപ്പുറത്ത് കണ്ട ഒരു സ്വപ്നമുണ്ട്. ഇന്നത്തെ വേദനയിലല്ല നിങ്ങളുടെ കണ്ണും ഹൃദയവും നിർത്തേണ്ടത്, ഇതിനപ്പുറത്തെ സ്വപ്നത്തിലാണ് നിങ്ങളുടെ കണ്ണും ഹൃദയവും നിർത്തേണ്ടത്. ഇത് നിർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഈ പരിശീലനത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റും. ഉറപ്പാണ്, നിങ്ങളെല്ലാവരും സമയമില്ല എന്ന് പറയുന്ന എല്ലാവരും നല്ലൊരു പനി വന്നാൽ ഇന്ന് ഉറങ്ങത്തില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന എല്ലാവരും ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ കാണും. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ആഹാരം കഴിച്ചേ ഒക്കൂ എന്ന് പറയുന്നവർ അത് മാറി കഴിക്കുന്ന ദിവസങ്ങളുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നപ്പോൾ കഴിച്ച ആഹാരമൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. കല്യാണം കഴിച്ച മിക്കവാറും എല്ലാവർക്കും അറിയാം, അതിന് ശേഷം പിന്നെ ഇന്ന് വരെ അവരെ കൂടെ ചെന്നിട്ടല്ല ഈ സാധനം കഴിച്ചിട്ടില്ലാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും കുറിച്ച് പറഞ്ഞു, പെണ്ണെന്നും പ്രത്യേകം പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല. ഞാൻ അക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ആളാണ്. അല്ല, എല്ലാവരുടെയും സ്ഥിതിയാണ്. അപ്പനും അമ്മയും ശീലിപ്പിച്ച ആ രീതിയിൽ അതേപോലെ അതേ സ്നേഹത്തിൽ ആഹാരം അവർക്ക് പിന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇതൊക്കെല്ലാം നമ്മൾ മാറ്റി വെച്ചില്ലേ? എന്തുകൊണ്ടാണ്? നമുക്കതിനകത്ത് ചില സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിതെല്ലാം മാറ്റി വെച്ച് മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെ അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടില്ലെങ്കിൽ വേദനയോടെ തന്നെ പറയുകയാണ്, ഏലിയെ പോലെ നിങ്ങൾ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അത് മക്കളെ വളർത്തുന്ന അപ്പനും അമ്മയും അല്ല, അവർ മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി വിശ്വാസികളെ വളർത്തുന്ന മുതിർന്ന വിശ്വാസികൾ ഉൾപ്പെടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കും. നിങ്ങൾ ഉത്തരവാദികളാണ്. അവർക്ക് നോക്കി വളരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അവർക്ക് മാതൃക കാണാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശമൂവേലിനെ മുലകുടി മാറിയ ശേഷം ആലയത്തിൽ കൊണ്ടുവിടുമ്പം അമ്മയ്ക്ക് വേദനയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ജനിച്ച ബാക്കി 4 മക്കളെക്കാൾ ആ രാജ്യം മുഴുവൻ പേരെടുത്ത ന്യായാധിപനായിട്ട് ശമൂവേലിനെ നിലനിർത്തിയത് ആ ഒരു തിരിച്ചറിവാണ്. അവരുടെ വേദനയാണ്. ആ രാജ്യത്തിന് ഒരു ന്യായാധിപനെ ഉണ്ടാക്കി കൊടുത്തത് ആ അമ്മയുടെ വേദനയാണ്. അമ്മയെ ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ദൈവത്തിനും കുറച്ച് കറക്കേണ്ടി വന്നു. ഏതെങ്കിലും ഒരു മാതാവ് എൻ്റെ പൈതലിനെ ഞാൻ കൊടുക്കാമെന്ന് പറയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ വന്ധ്യത്വത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു കുറച്ചു കാലത്തേക്കെങ്കിലും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ ദൈവം ചിലത് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി വേദപുസ്തകത്തിൽ ഉടനീളം നോക്കി നമ്മൾ നേരത്തെ കേട്ടോ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറയാൻ വെച്ചൊരു മോഡൽ തന്നെയാണ്. ഒരു അമ്മ വെള്ളത്തിലോട്ട് മകനെ ഇറക്കി വിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായും ആ തള്ളയും കൂടെ ചാടുമായിരുന്നേ, കുറഞ്ഞത്. സൈഡിൽ കുറച്ച് കഴിയുമ്പോൾ കയറി വന്നാലും ആദ്യം ഒന്ന് ചാടും. മോശയെ വെള്ളത്തിലോട്ട് വിട്ടതാണ് അടുത്ത ഒരു സമൂഹത്തിന് അവനെ ഒരു നേതൃത്വത്തിലേക്ക് ദൈവം വളർത്തിക്കൊണ്ടുവന്നു. മറ്റാർക്കും ലഭിക്കാത്ത പരിചരണം ആ മോശയ്ക്ക് ലഭിക്കാനിടയായത് ആ മനസ്സാണ്. ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതാണ്. നിങ്ങളുടെ കുട്ടികളെ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നും അവർക്ക് പ്രത്യേക കഴിവുകൾ കൊടുത്ത് ദൈവം തന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവ പൈതലിന് ആ കുഞ്ഞുങ്ങൾ ജനിച്ചത് തന്നെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വലിയ പ്രത്യാഘാതമുള്ള മാറ്റങ്ങളാണ്. ഞാൻ എൻ്റെ അനുഭവം മാത്രം പറയാം. ഇതെൻ്റെ അനാലിസിസ് ആണ് കേട്ടോ. ശരിയായിരിക്കണമെന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഗ്രഹിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. മരിച്ചുപോയ മിഡിൽ ഈസ്റ്റ് സൂപ്രണ്ട് പോളസ് ലോസ്റ്റർ എന്നെ കണ്ട എല്ലാ തവണയും വളരെ സ്നേഹത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോൺസൺ കീപ് ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് എന്ന്. പറഞ്ഞാൽ നിന്റെ ചിരി നിന്റെ മുഖത്ത് എപ്പോഴും ഒന്ന് നിലനിർത്താൻ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ 1ാം ക്ലാസ്സിലാണോ 2ാം ക്ലാസ്സിലാണോ എനിക്ക് ഓർമ്മയില്ല, ഇനി അറിയാൻ വഴിയില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച ഒരു ദിവസം, അന്നത്തെ കുറേ സംഗതികൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് എനിക്ക് ആകെ ഓർമ്മയുള്ള 2 സംഭവങ്ങളിൽ ഒന്നിതാണ്, പിന്നെ ഒന്ന് മറ്റൊരു വീട്ടിൽ അടിയുണ്ടൊരു സംഭവം. അതിനുശേഷം അതുമല്ലാതെ വേറെ ഒന്നും ആ സംഗതിയെക്കുറിച്ച് ഓർമ്മയില്ല. അപ്പം അന്ന് വീട്ടിൽ അമ്മ അച്ചപ്പം ഉണ്ടാക്കി, ഞാൻ വയറ് നിറച്ച് അനുവാദത്തോടെ അല്ലാതെയും കഴിച്ചു. അത് മുഴുവൻ ബസ്സിൽ ചർച്ച ചെയ്തു. ഗ്രാൻഡ് ഫാദറിൻ്റെ മരണ വാർത്ത ടെലഗ്രാം വഴി അറിഞ്ഞു പോയി. രാവിലെ അവിടുന്ന് ഞാൻ ആ വീട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബന്ധുക്കൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ സൈഡിൽ. കാര്യം അവരങ്ങനെ പരസ്പര ബന്ധമില്ലാത്തൊരു സമൂഹമായിട്ട് വളർന്നതാണ്. അതിനെക്കുറിച്ച് വലിയ ചരിത്രവും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാര്യം പുള്ളി ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. ഒരു ഇച്ചിരി ഒരു പ്രമാണിയെ പോലെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കും, കണ്ടാൽ ഒരു വന്ദനം, അത് കഴിഞ്ഞാൽ വേറെ ഒരു ബന്ധവുമില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. അങ്ങനെ ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് എനിക്കറിയാവുന്ന അമ്മയുടെ ഭാഗത്തുള്ള കുറച്ച് ബന്ധുക്കൾ ഈ മരണം അറിഞ്ഞ് വരുന്നുണ്ട്. വന്നതിൽ കൂടുതലും എനിക്കറിയാവുന്നത് അമ്മയുടെ കസിൻസാണ്. മരിച്ചതാരെന്ന് നോക്കണം, അമ്മയുടെ അമ്മായിയപ്പൻ. അപ്പം ഞാൻ ഇതിൽ ഓരോരുത്തരോടും കാണുമ്പോൾ അവരെ നോക്കി ചിരിക്കുന്നു. കാര്യം അവരെന്നെ ഒത്തിരി കളിപ്പിക്കുന്നതാണ്. എനിക്ക് എന്നൊരു ഒരൊറ്റ പേരുണ്ടായിരുന്നു അന്ന്. അവരിട്ടേക്കുന്ന പേര് അവരത് വിളിക്കാറുണ്ട്. ഞാൻ ഇച്ചിരി വണ്ണമുള്ളായിരുന്നു. അവരിതാണ് എന്നെ അഭിസംബോധന ചെയ്യുന്നത്, അല്ല പേരല്ല വിളിക്കുന്നത്. ഇവരോടെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ട് സമീപിക്കുമ്പോഴും ഇവരാരും ചിരിക്കുന്നില്ല. ഇവർക്കെല്ലാം ആ മരണത്തിൻ്റെ ഗൗരവം, ആ ബന്ധം മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ. പക്ഷെ എന്ത് ചെയ്യാം, സമൂഹം അടിച്ചേൽപ്പിച്ചേക്കുന്ന ഒരു ഗൗരവം തീർച്ചയായിട്ടും അവർക്കില്ലെങ്കിൽ പിന്നെന്താവും? അവർക്ക് നാട്ടിൽ കിടക്കാനൊക്കാത്ത സ്ഥിതിയാവും. അപ്പോൾ അവർക്ക് ആ ഗൗരവം എൻ്റെ അടുത്ത് കാണിക്കേണ്ടി വന്നു. ഇതേ ഉള്ളൂ എനിക്ക് ഉള്ള ഒരേ ഒരു ഓർമ്മ. അതിനുശേഷം ഞാൻ ചിരിച്ച ഓർമ്മ എനിക്ക് കുറവാണ്. ഈ ആക്ഷേപം ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളുടെ CEO ഒരു ബ്രിട്ടീഷുകാരനുണ്ട്, മാനേജിങ് ഡയറക്ടർ റോണി മിഡിൽട്ടൺ എന്ന് പറയും, GDN പത്രാധിപരായിട്ടൊക്കെ ഇരുന്ന ആൾ. പുള്ളി ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ പുള്ളി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കുറേ വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് മീറ്റിംഗ് ഇറങ്ങിയ പലരും എന്നോട് പറഞ്ഞു, നിനക്കെന്താ അങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചുകൂടാ. ഞാൻ ചിരിക്കാത്ത കാര്യം ഇങ്ങനെയൊക്കെ അന്ന് ഞാൻ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എന്നെ ചിരിച്ചാൽ നാളെ ബിസിനസ് ഇല്ലെങ്കിൽ ഇയാൾ ചിരിക്കത്തില്ല. ഇതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്തത്. പക്ഷെ ആ ലോജിക്ക് അവർക്ക് പറ്റുന്നില്ല. കാര്യം ഇത്രയും വലിയ ഒരാൾ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ മോശമാണെന്നുള്ളൊരു അഭിപ്രായം. എൻ്റെ തത്വം നിങ്ങൾക്ക് യോജിക്കത്തില്ല. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള രുചി തന്നെ നിങ്ങൾ എടുത്തു നോക്കിയോ. ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന രുചി തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ കാലവും രുചി എന്ന് പറയുന്നത്. ഇവിടെ പലരും പറയാനുണ്ടല്ലോ, പുളി ഇടാതെ ആരെങ്കിലും മീൻകറി വയ്ക്കും, പുളി ഇടാതെ ഒരുപാട് മീൻകറി വയ്ക്കും, അവർ കഴിക്കുകയും ചെയ്യും, രുചിയോടെ കഴിക്കും. അവർ ശീലിച്ചതിൻ്റെയാണ്. പുളിയിട്ട് ശീലിച്ചവന് മറ്റേ മീൻകറി കണ്ടാൽ പോലും പിടിക്കത്തില്ല. തേങ്ങ ഇട്ട് ഇറച്ചിയെ വയ്ക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്, തേങ്ങ ഇടാതെ ഇറച്ചിക്കറി കഴിക്കുന്നവരുണ്ട്. ഇത് ഓരോരുത്തരും ചെറിയ പ്രായത്തിൽ ശീലിക്കുന്നത് അവർക്ക് രുചിയായിട്ടങ്ങ് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ രുചികൾ. ഇതുപോലെ ചില ശീലങ്ങളാണ് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ സമയം ചെലവാക്കണം. നമ്മുടെ മൂല്യമുള്ളത് എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ കഴിവുകൾ മാത്രമല്ല, ആ കഴിവുകൾ എവിടെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിരുന്ന് സംസാരിച്ചൊരു കണ്ട് സുഷ്മയ്ക്കൂടെ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ച
സംഗീത ലോകത്ത് പേര് കേട്ട ഒത്തിരി പേരുണ്ട്. പക്ഷേ കഴിവുകളുണ്ടായിരുന്ന ഒത്തിരി പേര് കേൾക്കാതെ പോയി, നിഷേധികളായതുകൊണ്ട് മാത്രം. ഒത്തിരി പേര് കഴിവും സാഹചര്യവും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വരെ ഉണ്ടായിരുന്നിട്ടും എങ്ങും എത്താതെ പോയവരുണ്ട്. പക്ഷേ അന്നും ഇന്നും ചിലപ്പോൾ നിങ്ങൾക്കും ചിലർക്കെങ്കിലും അറിയാവുന്നൊരു പേര് കല്ലറ ഗോപൻ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ട്. ലളിതഗാനം പാടുന്ന ഒരാളാണ്, നന്നായിട്ട് ശാസ്ത്രീയ സംഗീതവും പാടുന്ന ആളാണ്. ഗൾഫിലൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നാടക ട്രൂപ്പിലും ഒക്കെ വരുന്നുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യൻ, ആരെയും ബഹുമാനിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഗോപൻ നന്നായിട്ട് പാടുന്ന ആളാണ്, അന്നും പാടും ഇന്നും പാടും. ആകെ വേണമെങ്കിൽ നമുക്കും പറയാവുന്ന ഒരേ ഒരു ദുശീലം എന്ന് പറഞ്ഞാൽ ഈ മുറുക്കാൻ കണ്ടാൽ ഈ കോഴിയെ കണ്ട കുറുക്കനെ പോലെയാണ്, എവിടെ വെച്ച് മുറുക്കും എന്നുള്ളൊരു സ്വഭാവമാണ്. പുള്ളിയുടെ പല്ല് കണ്ടാൽ തന്നെ അറിയപ്പെടും. ഇതൊഴിച്ചാൽ കാര്യം ഞാൻ പറയാൻ കാരണം, ഈ ബ്രാഹ്മണരായിട്ടുള്ള സംഗീതജ്ഞർ എന്നോട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോടുള്ളൊരു ഭാവമാണ്, ക്രിസ്ത്യാനി എന്തൊരു സംഗീതമാണ് എന്നുള്ള ഭാവം അകത്തുണ്ട്. സംഗതി ഇടപെടുമ്പോഴും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഗോവൻ്റെ അടുത്ത് എന്നാൽ ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല. അത് ഏത് കാലത്ത്, ഈ അടുത്ത സമയത്ത് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഞാൻ പോകുമ്പോഴും ഞാൻ ഗോവനെ കാണേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ കണ്ടു. അന്നും വന്ന് പേര് പറഞ്ഞ് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഈ ഒരു ഭാവ വ്യത്യാസമല്ല. ഗോവൻ്റെ മോളും നന്നായിട്ട് പാടുന്നുണ്ട്, ഇപ്പോഴും സ്ഥലത്ത് ഈ ആ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ പ്രായത്തിൽ നമ്മൾ അവരെ പഠിപ്പിക്കുന്ന കുറേ അധികം ശീലങ്ങളുണ്ട്. ഇത് അവരുടെ മരണം വരെ നിലനിൽക്കുന്ന വസ്തുതയാണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. ഏലിയോട് അന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആ പ്രവചനം നിവൃത്തിയായത് 1 രാജാവ് 1:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട്, ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും. ഒരു കൈ അവിടെ വെച്ചിട്ടേ 1 ശമൂവേൽ 2:31 വായിക്കാം. ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും പിതൃഭവനത്തിന്റെ ഭുജവും തകർത്തു കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇനി മറ്റേ വാക്യം 1:5 മുതൽ. അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട്, ഞാൻ രാജാവാക്കുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന്റെ ശേഷം ആയിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു. ഇനി 26-27 മാസം. എന്നാൽ അടിയനെയും പുരോഹിതനായ 26-27 ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് 2:26 സോറി 2:26 കിങ് 1 രാജ 2:26 ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാരിനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മതി. ആരാ നീക്കിക്കളഞ്ഞ? ശലോമോൻ. പ്രവചനം എന്ന് വന്നതാ? ശമൂവേലിന്റെ കാലത്ത് വന്ന പ്രവചനമാണ്. ദൈവം ഏലിയോട് കൊടുത്ത ശാപം എന്ന് പറയാം. അതിനുശേഷം ശൗല് രാജാവായി, ദാവീദ് രാജാവായി, അതിനുശേഷമാണ് ശലോമോൻ വന്നത്. ഈ സമയത്ത് ഏലിയുടെ തലമുറയായി ജനിച്ച അബ്യാഥാരിന് ഒരു കുരുട്ടുബുദ്ധി തോന്നി, ഒരു നിഷേധിയുടെ കൂടെ സഹകരിക്കാൻ. എന്ന് പറഞ്ഞാൽ പഴയ നിഷേധത്തിൻ്റെ പാരമ്പര്യം ഇഞ്ഞ് താഴോട്ട് ഇഞ്ഞ് പോരുക. ദൈവവചനം കേട്ടിട്ടും അതിനോട് നിഷേധിച്ച് നിൽക്കുന്ന ആ ഒരു സ്വഭാവം പിന്നെയും താഴോട്ട് വന്ന അധികാരത്തോട് വിഘടിച്ച് നിന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പൂർണ്ണം തീരുമാനമായി. അന്ന് അവനോട് സഹകരിക്കാതെ ശലോമോന്റെ പക്ഷത്തെങ്കിലും നിന്നെങ്കിൽ തൽക്കാലമെങ്കിലും അത് ഒഴിവായി കിട്ടിയാണ്. മാതൃക മേളിൽ നിന്ന് പോകരുത്.
ദൈവത്തിന് സ്വാഗതം. എത്ര സമയമില്ലെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ വളരെ നന്നായിട്ട് ഇതിനായിട്ട് അധ്വാനിക്കണം. നിങ്ങൾ സമയമില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം കളയണം. പിന്നെ ഉറക്കം കളഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല അത്രയും ചെയ്തു കഴിഞ്ഞാൽ. അത്യാഹിതം വരുമ്പോൾ നമുക്കറിയാം ചെയ്യാൻ, പക്ഷേ അത്യാഹിതം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കാം. നമ്മുടെ മനസ്സിനെ അതിനെ വേണ്ടി ഒന്ന് പാകപ്പെടുത്തിയാൽ മതി. ഈ അത്യാഹിതം മുന്നിൽ നിന്ന് കണ്ടാൽ മതി. വാല്യൂസ് ഉള്ള അല്ലെങ്കിൽ നല്ല മൂല്യങ്ങളുള്ള കുട്ടികളെ ഇനി കിട്ടാൻ പ്രയാസമാണ്. ഇന്ന് ഞാൻ ഇത് പറയേണ്ടതാണോ എന്ന് തന്നെ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ചാരിത്രം എന്നുള്ള വാക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, മുതിർന്നവർക്കെല്ലാവരും. ഇന്ന് ഒരു ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അവരുടെ വികാരം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു അടിമത്വം എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തെ സ്ഥിതിയാട്ടോ. എന്നാൽ വികസിത രാജ്യങ്ങളിൽ വളരെ മാന്യമായിട്ട് ഇതിനെ സർക്കാരിൻ്റെ നിയമമായി പോലും ഏറ്റെടുക്കുന്ന ഒത്തിരി സാധാരണ ജനങ്ങളുണ്ട്, വിശ്വാസികളല്ല, അവിശ്വാസികൾ. 18 വയസ്സാണ് ശാരീരിക ബന്ധത്തിൻ്റെ സർക്കാർ നിയമം. അതുകൊണ്ട് 18 വയസ്സ് വരെ കാത്തിരുന്ന ആ പിറന്നാൾ വരെ അതിനുവേണ്ടി ആഘോഷിക്കുന്നവരുണ്ട്. എങ്കിലും അവർ ആ നിയമം അന്ന് വരെ പാലിക്കുന്നു. വിശ്വാസത്തിന് ചെയ്യാൻ കഴിയാത്തത് നിയമത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും. നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ശോചനീയാവസ്ഥയാണ്. നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഇനി ഒരു അവസാനമായിട്ട് ഒരു സംഗതി ഇവിടെ പറഞ്ഞു നിർത്താം. തീർച്ചയായിട്ടും അവസാനമായിരിക്കും കേട്ടോ. ഇനി വേറൊരു വിഷയം എടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ദൈവവചനത്തിൻ്റെ ഒരു അഭ്യസനം നമ്മുടെ ഇടയിൽ ഈ ഒരു വർഷം നിലനിർത്താനുള്ളൊരു താല്പര്യത്തിലാണ്. കൂട്ടായ്മയുടെ ഒരു 15 മിനിറ്റ് ആദ്യമായിട്ട് അതൊരു 30 മിനിറ്റ് വരെ വർദ്ധിപ്പിക്കണം. ഒരു പരസ്പരം 1-to-1 വചനം സംസാരിക്കുന്ന ഒരു പോർഷൻ നേരത്തെ സംസാരിക്കും, നേരത്തെ അറിയിക്കും. ആ പോർഷൻ 1-to-1 2 പേര് തമ്മിൽ മാത്രം ആ വചനത്തെക്കുറിച്ച് സംസാരിക്കും. അവർക്ക് 2 പേർക്കും ബോധ്യമാകത്തക്കവണ്ണം, എന്ന് പറഞ്ഞാൽ അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും തമ്മിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട സകല ഭാഗങ്ങളും ഈ ഒരു വർഷം 52 ആഴ്ച കിട്ടും. അതിൽ ഇനി 50 ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അത്രയും ദിവസം കൊണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യണം. ഇതാണ് ആവശ്യം. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഒരു മെസ്സേജ് സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ റെഫറൻസ് പറഞ്ഞാൽ 50% ആൾക്കാർക്ക് ഇപ്പോഴും ബോധ്യമാകുന്നില്ല. പെന്തക്കോസ്തിൽ എത്ര നാളാണെന്ന് ചോദിച്ചാൽ വർഷങ്ങളായ കണക്കുണ്ട്. ഈ സഭയിൽ തന്നെ വർഷങ്ങളായ കണക്കുണ്ട്. വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വായിക്കുന്നുണ്ട്, ഓർമ്മയില്ല. സംഗതി ശരിയാണ്, എല്ലാവർക്കും ഉണ്ട് ഈ പ്രയാസം. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ കഥകൾ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അനിൽ കൊടുത്തോട്ടത്തിനൊക്കെ ചോദിച്ചാൽ ഭാഗവതം വായിച്ച പേജ് വരെ പറയും ഇപ്പോഴും. സത്യം പറഞ്ഞാൽ അസൂയോടെ നോക്കിയിരിക്കാറുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു ബലഹീനത. പക്ഷേ നമുക്കതിനെ പരിഹരിച്ച് നോക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള പ്രമാണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റൂ. ഇതിനെക്കുറിച്ചുള്ള വേദന ഉള്ളിൽ വരണമെങ്കിൽ വാക്യം നമ്മുടെ ഉള്ളിൽ വരണം. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നുള്ള വാക്യം നമ്മളെ കുത്തുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രാപിക്കണം എന്ന് തോന്നും. ഈ വാക്യം വേദപുസ്തകത്തിൽ നേരിട്ട് കാണുകയും ഇത് നമ്മളെ കുത്താതിരിക്കുകയും ചെയ്യത്തോളം കാലം ഈ വികാരം നമ്മുടെ ഉള്ളിൽ വരത്തില്ല. ഇത് വന്നേ വെക്കും, വചനം അറിഞ്ഞേ വെക്കും, ആ വചനപ്രകാരം നമ്മൾ നടന്നേ വെക്കും. ദൈവത്തിന് സ്വാഗതം. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വസ്തുത ഏത് പോർഷനാണ് അടുത്ത ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്ന അറിയിക്കും. എല്ലാവരും വായിച്ചു വരണം. അറിവുള്ളവർ, ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ബോധ്യമുള്ളവർ, അത് ബോധ്യമില്ലാത്ത ഒരാളോട് സംസാരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഈ അറിവിൽ വർദ്ധിച്ചേ വെക്കൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നേ വെക്കൂ. ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ ക്രിസ്തുവിനെ പിൻപറ്റാൻ ഒക്കത്തില്ല. ക്രിസ്തു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ ചെന്നങ്ങ് താമസിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ക്രിസ്തു ഇല്ല, ക്രിസ്തു എന്ന് പറഞ്ഞ് നടക്കുന്ന അനേകരുണ്ട്. ഇതിൽ നല്ലതും ചീത്തയും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല, പ്രമാണം വായിക്കാതെ. ഓരോ ദിവസവും പ്രമാണം വായിക്കുമ്പോൾ അനേകം കള്ളന്മാരെ കുറിച്ച് നമ്മൾ പിന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവ് മറ്റുള്ള ജനങ്ങളിലേക്ക് പകർത്തിയേ വെക്കൂ.
ദൈവത്തിന് സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിൽ കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരം ബലപ്പെടുത്താൻ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രാകാരത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പ്രാകാരത്തിൽ യാഗം കഴിച്ചുകൊണ്ടേ അകത്തോട്ട് പോകാൻ പറ്റൂ. സംഗതി ശരിയാണ്. പക്ഷേ ഇത് മാത്രം മതി എന്നുള്ള ഒരു പഠനമല്ല അങ്ങോട്ട് കൊടുക്കേണ്ടത്. ആത്മാവിനുള്ളത് അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കണം. ഹൃദയത്തിന് വേണ്ടത് അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കണം. നല്ലൊരു ഹൃദയം അവർക്കില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, IAS കാരനായ ഒരു വൃത്തികെട്ടവനേക്കാൾ കൃഷിക്കാരനായ നല്ലൊരു മനുഷ്യനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതാണോ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. ഇനി മറ്റൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ദൈവവചന പ്രകാരം ഉണ്ടാവേണ്ട ആഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചായിരിക്കും വേണ്ടത്. IAS കൈക്കൂലിക്കാരനുമായിട്ടുള്ളൊരു മകനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞാൽ മൊത്തം അങ്ങോട്ട് ദൈവത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. മൊബൈൽ ഹാനികരം. അതിനെക്കുറിച്ചും ഒരു പ്രസൻറ്റേഷൻ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരാൾ തന്നെ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് കുട്ടികളിലുണ്ടാക്കുന്ന ദോഷം കുറച്ചൊന്നുമല്ല. നിങ്ങൾക്കത് അകറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരമാവധി അകറ്റിക്കും. മറ്റെന്ത് ചെയ്താലും കുറച്ചു നേരം അവരെ നിലവിളി കേട്ടിട്ടാണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. അവരുടെ വ്യക്തിത്വം അത്രയെങ്കിലും മാറ്റം ഉണ്ടാകും. ഇത് അത്രത്തോളം ഹാനികരമാണ്. ഈ പ്രായത്തിൽ ഒരു സംശയവുമില്ല. നമ്മളിപ്പോൾ തന്നെ പലതും കണ്ടു കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് കറക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. 6 മാസം കൊണ്ടുണ്ടാക്കുന്നത് ചിലപ്പോൾ 6 വർഷം എടുക്കും തിരുത്താൻ ഈ പ്രായത്തിലുള്ളത്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ചിരിയുടെ കാര്യം പറഞ്ഞത്. ഞാൻ ഇന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനെ നോക്കി ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും വർഷങ്ങളായിട്ട് ശീലിച്ചതാണ്, മാറ്റാൻ പറ്റുന്നില്ല. മസിൽസ് പോലും വർക്ക് ചെയ്യാറില്ല. ഒരാളെ കാണുമ്പോൾ ചെറുതായിട്ടൊന്നും അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു തലമുറ നമ്മുടെ മുന്നിലാണ് വളരുന്നത്. നമ്മളതിനെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അവരുടെ നല്ല ഭാവി ഓരോ നിമിഷവും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കണം. ഇവനൊരു പ്രവാചകനോ ഇവനൊരു അപ്പോസ്തലനോ ആകണമെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അന്നേരം നമ്മൾ താനെ ആരാവും? ഒരു പ്രവാചകനോ അപ്പോസ്തലനോ ആവും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കണം.